സോൾ ഫാമിലി, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തിയും സമാധാനവും നേരുന്നു. എൻ്റെ പേര് ദിവ്യ. അപ്പോൾ ഇന്നത്തെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നിങ്ങൾ പായൽ സെലക്ഷൻ നടത്തുക. സ്ക്രീനിൽ നിങ്ങൾക്ക് ഓൾറെഡി 2 ഓപ്ഷൻസ് കാണാൻ സാധിക്കും, പായൽ 1 ആൻഡ് പായൽ 2. കുറച്ചൊരു കാം എനർജിയിലിരുന്നിട്ട് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്തിട്ട് ഇതിൽ നിന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ലോട്ട് ഓഫ് താങ്ക്സ്. നിങ്ങൾ പായൽ സെലക്ഷൻ നടത്തുക, നമുക്ക് റീഡിംഗ് ആയിട്ട് കാണാം. താങ്ക് യു. ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും സ്വാഗതം. നമുക്ക് നോക്കാം നിങ്ങളുടെ ട്യൂസ്ഡേയുടെ എനർജി എന്താണെന്ന്. മാർച്ച് 18 ട്യൂസ്ഡേയുടെ എനർജി പായൽ നമ്പർ 1 ചൂസ് ചെയ്തവർക്ക് താങ്ക് യു. ലവേഴ്സിൻ്റെ എനർജി ഒത്തിരി പാഷൻ കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് റിലേഷൻഷിപ്പിൽ ഹീലിംഗ് ആയിരിക്കാം. കുറച്ച് പേർക്ക് തൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാനായിട്ട്, തുറന്നു പറയാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കാം. കുറച്ച് പേർക്ക് കരിയറായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പോസിറ്റീവ് എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. തൻ്റെ പാഷൻ, തൻ്റെ ആഗ്രഹങ്ങൾ, അതിന് വേണ്ടിയിട്ട് മുന്നോട്ട് പോകാനായിട്ട് കുറച്ച് പേർക്ക് ഇന്നത്തെ ദിവസം ഊർജ്ജം ഉണ്ടാകുന്നുണ്ടാകാം. കണ്ടോ, നൈറ്റ് വോൺസിൽ ഒത്തിരി എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ട്രാവലായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ബ്ലെസ്സിങ് ആയിരിക്കാം. ചിലപ്പോൾ യാത്രകൾ വഴി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് ലഭിക്കുന്ന ഒരു സമയമായിരിക്കാം. കുറച്ച് പേർക്ക് അഗെയിൻ നിങ്ങളുടെ കരിയർ, നിങ്ങളുടെ പാഷൻ, ഒത്തിരി എനർജിയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കുറച്ച് പേർക്ക് ലവ് റിലേഷൻഷിപ്പിൽ എന്തെങ്കിലുമൊക്കെ പുതിയ എനർജീസ് കടന്നു വരുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. മാരേജ് പ്രപ്പോസലിൻ്റെ എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കിങ് ഓഫ് വോൺസ്, ക്യൂൻ ഓഫ് സോഡ്സ്, ക്യൂൻ ഓഫ് കപ്സിൻ്റെ എനർജി വരുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇന്നത്തെ ദിവസം മെൻ്റലി അതുപോലെ തന്നെ ഇമോഷണലിയും എന്തെങ്കിലും ഹാപ്പിനെസ് നൽകുന്ന എന്തെങ്കിലുമൊക്കെ എനർജീസ് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങൾ എവിടെയാണോ ഫോക്കസ് കൊടുക്കുന്നത്, അറ്റൻഷൻ കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഏത് ഏരിയയിലാണോ നിങ്ങൾ വർക്ക് ചെയ്യുന്നത്, അവിടെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് കൊണ്ടുവരാനായിട്ട് ഇന്നത്തെ ദിവസം ബ്ലെസ്സിങ് ഉണ്ടാകുന്നതാണ്. കുറച്ച് പേർക്ക് തൻ്റെ കാര്യങ്ങൾ ഇവിടെ ഞാൻ പറഞ്ഞ പോലെ തന്നെ തുറന്ന് പറയാനായിട്ട്, സ്ട്രോങ് ആയിട്ടുള്ള ഒപ്പീനിയൻ പറയാനായിട്ടായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന വേർഡ്സ് മറ്റുള്ളവർ ലിസൺ ചെയ്യുന്നുണ്ടാകാം, നിങ്ങൾക്ക് വാല്യൂ നൽകുന്നുണ്ടാകാം. അപ്പോൾ ആ ഒരു എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കുറച്ച് പേരുടെ ലൈഫിൽ വന്നിട്ട്. കുറച്ച് പേർക്ക് അഗെയിൻ ഹീലിംഗ് ആണ്. എന്തെങ്കിലും പാസ്റ്റ് എക്സ്പീരിയൻസ്, വേർഡ്സ് നിങ്ങളെ ഹേർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ആ ഒരു എനർജിയിൽ ഒരു ബാലൻസ് കൊണ്ടുവരാനായിട്ടും കുറച്ച് പേർക്ക് സാധിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ഒരു കോമൺ ഗ്രൗണ്ടാണ്. എന്തെങ്കിലുമൊക്കെ ഡിസ്കഷൻസ് വരുന്നുണ്ട്, ഒത്തിരി അഭിപ്രായങ്ങൾ വരുന്നുണ്ടെങ്കിലും എല്ലാവരുമായിട്ട് ചേർന്ന് ഒരു ഒരു കൺക്ലൂഷനിലെത്താനായിട്ട്, ഒരു കോമൺ ഗ്രൗണ്ട്, എല്ലാവർക്കും യോജിച്ച രീതിയിൽ ഒരു ഫൈനൽ ഒരു എനർജിയിലോട്ട് എത്താനായിട്ടും കുറച്ച് പേർക്ക് ഈ ഒരു ദിവസം ബ്ലെസ്സിങ് ഉണ്ടാകുന്നതാണ്. കുറച്ച് പേർക്ക് ഇവിടെ കൗൺസിലിങ്ങിൻ്റെ എനർജി ആയിരിക്കാം. എന്തെങ്കിലുമൊക്കെ സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കുന്നുണ്ടാകാം അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട്, പ്രത്യേകിച്ചും റിലേഷൻഷിപ്പിലാണ്. കുറച്ച് പേര് പുതിയൊരു ജോലിയിലോട്ട് പ്രവേശിക്കുന്ന ഒരു എനർജി, ഒത്തിരി പോസിബിലിറ്റീസ് ഉണ്ട്, ഒത്തിരി അവസരങ്ങൾ വരുന്നുണ്ടാകാം. അപ്പോൾ അതിൽ നിന്നും എന്തെങ്കിലും ഒരു ചൂസ് ചെയ്യുന്ന ഒരു എനർജിയും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഒരു ദിവസം വന്നിട്ട്. അപ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു വിക്ടിം മൈൻഡ് സെറ്റ്, അല്ലെങ്കിൽ എനിക്ക് കുറവുകളുണ്ട്, എന്നെക്കൊണ്ട് സാധിക്കുന്നില്ല, ആ ഒരു ലാക്ക് മൈൻഡ് സെറ്റ്, സെൽഫ് വർത്ത് ഇഷ്യൂസ്, അവിടെ കുറച്ചൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. അവിടെ ഹീലിംഗ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ സ്കിൽസ് അല്ലെങ്കിൽ നിങ്ങളുടെ പവർ കറക്റ്റായിട്ട് ചാനൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ സഹായിക്കുന്നതാണ്. കുറച്ച് പേർക്ക് മണി ഫിനാൻസ് ആയിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ, എന്തെങ്കിലും ടെൻഷൻസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഹെൽപ്പ് ആൻഡ് സപ്പോർട്ടിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ അത് ചോദിക്കാനായിട്ട് മടിക്കാതിരിക്കുക. കുറച്ച് പേർക്ക് അഡ്വൈസ് ആയിരിക്കാം, ഫിനാൻഷ്യൽ അഡ്വൈസ് ആയിരിക്കാം. എന്തെങ്കിലുമൊക്കെ പുതിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്ത് പ്രിക്കോഷനാണ് എടുക്കേണ്ടത്, എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അത് അറിവുള്ളവരോട് നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനായിട്ടും ശ്രമിക്കുക. അപ്പോൾ ഫിനാൻഷ്യൽ ഡീലിങ്സിൽ കുറച്ചൊരു പക്വതയോടുകൂടി കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഈ ഒരു ദിവസം വന്നിട്ട്. അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതോടൊപ്പം തന്നെ വർക്ക് ലൈഫ് ബാലൻസും കുറച്ച് പേർക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ഈ ഒരു ഏസ് ഓഫ് പെൻറ്റക്കിൾസിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ മേടിക്കാനായിട്ട്, പർച്ചേസ് ചെയ്യാനായിട്ടുള്ള ഒരു എനർജിയും ഈ ഒരു ദിവസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പുതിയൊരു ഓഫർ വരുന്നതായിരിക്കും, പുതിയ എന്തെങ്കിലും എനർജീസ് കടന്നു വരുന്നതായിരിക്കും. അപ്പോൾ അതെല്ലാം നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്തിട്ട് കറക്റ്റായിട്ടുള്ള ഡിസിഷൻസ് എടുക്കാനായിട്ട് ശ്രമിക്കുക ഈ ഒരു ദിവസം വന്നിട്ട്.
അപ്പോൾ ഇത്രയാണ് പായൽ നമ്പർ 1 ചൂസ് ചെയ്തവരുടെ ട്യൂസ്ഡേയുടെ എനർജി വന്നിട്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു. ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും സ്വാഗതം. നമുക്ക് നോക്കാം നിങ്ങളുടെ ട്യൂസ്ഡേയുടെ എനർജി എന്താണെന്ന്. മാർച്ച് 18 ട്യൂസ്ഡേയുടെ എനർജി പായൽ നമ്പർ 2 ചൂസ് ചെയ്തവർക്ക് താങ്ക് യു. ത്രീ ഓഫ് കപ്സ്. കുറച്ച് പേർക്ക് ഇന്നത്തെ ദിവസം നിങ്ങളുടെ ഫേവറിൽ എന്തെങ്കിലുമൊക്കെ എനർജീസ് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങളുടെ ലൈഫിൽ ഹാപ്പിനെസ് നൽകുന്ന, സെലിബ്രേഷൻ കൊണ്ടുതരുന്ന എന്തെങ്കിലുമൊക്കെ പുതിയ കാര്യങ്ങളായിരിക്കാം, അനൗൺസ്മെൻ്റ് ആയിരിക്കാം. അത് നിങ്ങളുടെ ലൈഫിലോട്ട് ഇന്ന് കടന്നു വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഹെൽപ്പ് ആൻഡ് സപ്പോർട്ടാണ്. എന്തെങ്കിലും വിഷമങ്ങളിൽ കൂടെ പോകുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പാസ്റ്റിൽ എന്തെങ്കിലും അങ്ങനത്തെ വിഷമങ്ങളിൽ കൂടെ പോയിട്ടുണ്ടായിരുന്നെങ്കിൽ അവിടെ എന്തെങ്കിലുമൊക്കെ ന്യൂ എനർജീസ് വരുന്നുണ്ടാകാം. നിങ്ങൾക്ക് സഹായമായിട്ട് എന്തെങ്കിലും എനർജീസ്, എന്തെങ്കിലും ഇൻഫർമേഷൻസ് വരുന്നുണ്ടാകാം. അത് നിങ്ങളെ ഒത്തിരി ഹാപ്പി ആയിട്ട് നിർത്തുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, സ്റ്റാർ, ഏസ് ഓഫ് വാൻഡ്സ്. ഇവിടെ കുറച്ച് പേർക്ക് ഒരു അഡ്വൈസ് ആയിട്ട് പറയുന്നത് നിങ്ങളുടെ എനർജി കുറച്ചൊന്ന് ശ്രദ്ധിക്കുക, ബാലൻസ്ഡ് ആക്കി നിർത്താൻ വേണ്ടിയിട്ട്. കുറച്ച് പേർക്ക് ഒത്തിരി എനർജി ഡ്രെയിൻ ചെയ്ത് പോകുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാകാം, നഷ്ടപ്പെട്ടു പോകുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാകാം, പെട്ടെന്ന് ടയേർഡായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാകാം. അപ്പോൾ അങ്ങനത്തെ എനർജീസ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ നിങ്ങളെ കെയർ ചെയ്യാനായിട്ട്, നിങ്ങൾക്ക് കുറച്ച് അറ്റൻഷൻ കൊടുക്കാനായിട്ട് ഈ ഒരു ദിവസം പറയുന്നുണ്ട്. കുറച്ച് പേർക്ക് ഒരു വൾണറബിൾ ആയിട്ടുള്ള സിറ്റുവേഷനാണ്. ചിലപ്പോൾ പാസ്റ്റിൽ അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം നിങ്ങൾ വിചാരിക്കാതെ ഇരിക്കുന്ന സമയത്ത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എന്തെങ്കിലും എനർജീസ് വരുന്നുണ്ടാകാം. ചിലപ്പോൾ നിങ്ങളുടെ വൾണറബിലിറ്റി, നിങ്ങളുടെ ആ ഒരു ഇമോഷൻസ് ചിലപ്പോൾ അറിയാതെ പുറത്തോട്ട് വരുന്നുണ്ടാകാം. അപ്പോൾ അതിനെക്കുറിച്ച് ഓർത്തിട്ട് നിങ്ങൾ ഒത്തിരി ഗിൽറ്റി എനർജി, ഒത്തിരി ലോ വൈബ്രേഷനിലോട്ട് പോകാതിരിക്കുക. അവിടെ നിന്ന് എങ്ങനെ ഉയർന്നു വരാം, തൻ്റെ ഉള്ളിൽ എങ്ങനെ ന്യൂ പാഷൻ കൊണ്ടുവരാം, ഊർജ്ജം എങ്ങനെ ബാലൻസ്ഡ് ആയിട്ട് നിലനിർത്താം, അതിൽ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുക. കുറച്ച് പേർക്ക് ഭക്ഷണ രീതിയായിരിക്കാം, ലൈഫ് സ്റ്റൈലായിരിക്കാം, കുറച്ചുകൂടെ നിങ്ങളെ ടേക്ക് കെയർ ചെയ്യാനായിട്ട്, സെൽഫ് ലവ് കൊടുക്കാനായിട്ട്, റെസ്റ്റൊക്കെ എടുക്കാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ ഈ ഒരു ദിവസം സഹായിക്കുന്നതാണ്. കുറച്ച് പേർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ലെറ്റ് ഗോ ചെയ്യാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ് കാണുന്നുണ്ട്. അത് നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി ബാലൻസ് കൊണ്ടുവരാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നതാണ്. എന്തെങ്കിലുമൊക്കെ കോർട്ട് ഓർഡർ, എന്തെങ്കിലുമൊക്കെ ജസ്റ്റിസ്, നീതിയുടെ എനർജിയും നിങ്ങളുടെ അടുത്തോട്ട് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഒരു ദിവസം വന്നിട്ട്. അപ്പോൾ മെയിൻ ഒരു അഡ്വൈസ് ആയിട്ട് പറയുന്നത് ഹെൽത്തി ചോയ്സ് എടുക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. കുറച്ച് പേർക്ക് നിങ്ങളുടെ ചിന്തകൾ, നിങ്ങളുടെ രീതിയിൽ ചേഞ്ചസ് കൊണ്ടുവരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി ബ്ലെസ്സിങ്സ് കൊണ്ടുവരാനായിട്ട്, ലൈഫിൽ ഒത്തിരി മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ എന്ത് എനർജി വേണം, എന്ത് ചോയ്സ് എടുക്കണം, അത് നിങ്ങളുടെ കയ്യിലാണുള്ളത്. അത് കറക്റ്റായിട്ട് എടുക്കാനായിട്ട് ഈ ഒരു ദിവസം നിങ്ങൾ ശ്രമിക്കുക. എന്തെല്ലാം കാര്യങ്ങൾ എൻഡ് ചെയ്യണം, അല്ലെങ്കിൽ എന്തെല്ലാം എനർജി ആയിട്ട് കണക്ട് ചെയ്യണം, അത് നിങ്ങളുടെ ഫ്രീ വില്ലാണ്, നിങ്ങളുടെ ചോയ്സാണ്. അത് ഭംഗിയായിട്ട് നിറവേറ്റാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ കുറച്ചും കൂടെ പീസ്ഫുള്ളായിട്ട് നിർത്താനായിട്ട് ഈ ഒരു ദിവസം സഹായിക്കുന്നതാണ്. കുറച്ച് പേർക്ക് അതുപോലെ തന്നെ നിങ്ങളുടെ പ്രേയേഴ്സിന്, നിങ്ങളുടെ എന്തെങ്കിലും കർമ്മയ്ക്ക് ഒരു പോസിറ്റീവായിട്ടുള്ള ഗുണം, പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് ലഭിക്കുന്ന ഒരു സമയമായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും എൻജോയ് ചെയ്യാനായിട്ട് ശ്രമിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. ഇത്രയാണ് പായൽ നമ്പർ 2 ചൂസ് ചെയ്തവരുടെ ട്യൂസ്ഡേയുടെ എനർജി വന്നിട്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു.